ഇതാണ് നിങ്ങളുടെ മനസ്സ്. അപ്പൊ പുറത്തിരിക്കുന്നു, പുറത്തിരുന്നു കൊണ്ട് 400 റുപ്യക്ക് വാങ്ങിയ മീന് കലത്തിലിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. ഇനി മറന്നു പോകുമോ? കലമുണ്ടോ, മീനുണ്ടോ? സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാണ് അടിപൊളിയല്ലേ ചങ്ങാതിവരെ? നമ്മൾ ഇന്ന് പഠിക്കാണ് ഡേ 2 ആണ്. SCERT ചാലഞ്ച്. വരാൻ പോകുന്ന PSC പരീക്ഷകൾ ഏതുമായിക്കോട്ടെ, നിങ്ങൾക്ക് SCERT നിഷ്പ്രയാസം പഠിക്കാം, രസകരമായി പഠിക്കാം. ഇതെന്റെ ഉറപ്പാണ്. നോക്കൂ, ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ഒന്നും കിട്ടിയിട്ടില്ല, ഉപകാരപ്പെട്ട ഒരു കാര്യവും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആദ്യം തന്നെ. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ കിടുക്കാച്ചി കോഡുകളുടെ പല കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ ഉണ്ടാവും. നേരിട്ട് കിടക്കാം. സെറ്റ് അല്ലേ? അപ്പൊ ലൈക്ക് അടിച്ചോ, നേരിട്ട് ക്ലാസ്സിലേക്ക് കയറിക്കോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഭൂപടങ്ങളുടെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക ഭൂപടങ്ങളായി പരിഗണിക്കാവുന്നവ ഏതെല്ലാം? 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗം. അപ്പൊ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ട്, രണ്ട് ചാപ്റ്റർ വെച്ചിട്ടാണ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആ ടൈം ടേബിളും അതിന്റെ PDF കാര്യങ്ങളൊക്കെ സ്ട്രൈക്കർ കോച്ചിങ് എന്ന ടെലഗ്രാം ചാനലിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, സ്ട്രൈക്കർ PSC എന്ന്, അല്ലെങ്കിൽ സ്ട്രൈക്കർ കോച്ചിങ് എന്ന് 2 ചാനലുണ്ട്. രണ്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഭൂപടങ്ങളുടെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക ഭൂപടങ്ങളായി പരിഗണിക്കാവുന്നവ ഏതെല്ലാം? ഉത്തരം നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ഓപ്ഷൻ വായിച്ചു നോക്കി, ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വീഡിയോ സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, എന്നിട്ട് ടിക്ക് ഇടുക. അവസാനം 10ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 100 പേരോ 200 പേരോ എത്രയാണ് ഇത് കാണുന്നത് ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് അത് മാത്രം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നോക്കൂ, സൈനിക ഭൂപടം എന്താണ്? ഈ സാംസ്കാരിക ഭൂപടം എന്താണ്? ഈ ഭൗതിക ഭൂപടം. അത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്നും ഇങ്ങോട്ട് വന്നാലോ? നോക്കൂ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഞാൻ പെട്ടെന്ന് പറയാം. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമ്മൾ പൊതുവെ രണ്ടായി തിരിക്കുകയാണ്. ഒന്ന് ഫിസിക്കൽ മാപ്സ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്സ്. അല്ലെ, സാംസ്കാരികവും ഭൗതികവും കേൾക്കുമ്പോൾ പേര് കേട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് കത്തൂല. എന്താണ് സംഗതി? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ, കാലാവസ്ഥ, അതുപോലെ ഭൂപ്രകൃതി തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ. വീണ്ടും ഊന്നി പറയുന്നു, പ്രകൃതിദത്തമായ സവിശേഷതകളെ എന്ത് പറയുന്നു? അവിടെ നമ്മൾ ഭൗതിക ഭൂപടങ്ങളാക്കി മാറ്റുന്നു. അതാണ് അവിടെ ഉണ്ടാകുക. ക്ലിയർ ആണോ? എന്നാൽ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി. അത് പ്രകൃതിദത്തമാണോ? അല്ല, നമ്മൾ ചെയ്താണ് അല്ലെ. വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിത, അതാണ് അവിടെ പ്രത്യേകത, മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത് ഭൂപടം മക്കളെ? സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്സ്. സെറ്റാണോ? ഇനി നോക്കൂ, കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് കുറച്ചെണ്ണം കൊടുത്തിട്ട് നിങ്ങൾ തരംതിരിക്കൂ മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് അവർക്ക് സ്കൂളിൽ അത് തരംതിരിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഞാൻ നിങ്ങൾക്ക് തരംതിരിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ആ ചോദ്യം ഒന്ന് നോക്കൂ. ഇവിടെ നോക്കൂ, ഭൗതിക ഭൂപടത്തിനകത്ത് മണ്ണ് ഭൂപടം, നമ്മുടെ അല്ലെ പ്രകൃതിദത്തമായ കാര്യമല്ലേ മണ്ണ്. കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ, ഇതൊക്കെ ഇനി മറന്നു പോകുമോ? ഭൗതിക ഭൂപടത്തിലാണ് ഈ കാര്യങ്ങൾ വരിക. മനസ്സിൽ കേട്ടണേ. ജ്യോതിശാസ്ത്ര ഭൂപടം അല്ലെ, ഭൗതിക ഭൂപടം അല്ലേ. ദിനാവസ്ഥ ഭൂപടം വരുന്നു. ഭൂപ്രകൃതി സ്വാഭാവികമായിട്ട് എന്താണ്? ഭൗതിക ഭൂപടമാണ്. ഇനി നോക്കൂ, എന്താണ് സാംസ്കാരിക ഭൂപടം? രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം. ഇവിടെ ആകെ ഒരു പ്രശ്നമുള്ള സാധനം ഇതായിരിക്കും, ഭൂവിനിയോഗ ഭൂപടം. കാരണം ഇത് പെട്ടെന്ന് കാണുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് കത്തില്ല. സൈനികവും വ്യാവസായികവും കാർഷികവും രാഷ്ട്രീയവും ഒക്കെ കാണാൻ നമുക്ക് മനസ്സിലാവും. അത് അല്ലെ നമ്മൾ ഉണ്ടാക്കിയതാണ്, സാംസ്കാരിക ഭൂപടത്തിൽ ഉൾപ്പെടുത്താം. ചരിത്രം നമ്മൾ ഉണ്ടാക്കിയാണ്, അതും നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷേ ഈ പറയുന്ന ഭൂവിനിയോഗം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. എടാ, ഭൂവിനിയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഭൂമി വിനിയോഗിക്കുക. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അതെന്താണ്? നമ്മൾ ചെയ്യുന്നല്ലേ, പ്രകൃതിദത്തമല്ലല്ലോ. നമ്മളിപ്പം എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഒരു കെട്ടിടം ഉണ്ടാക്കാൻ, വീടുണ്ടാക്കാൻ. അപ്പൊ ഭൂമിയുടെ വിനിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാംസ്കാരിക ഭൂപടങ്ങളിലാണ് വരിക എന്നുള്ള കാര്യം ഓർത്തു വെക്കണേ. ഇനി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കേ കൂട്ടുകാരെ. നേരത്തെ തെറ്റിയവരും ശരിയായവരും ഇപ്പൊ നോക്കണേ. സൈനിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാംസ്കാരികമാണല്ലോ. ഇവിടെ എന്താണ്? സാംസ്കാരിക ഭൂപടങ്ങളായി പരിഗണിക്കാവുന്നവ ഏതെല്ലാം? അപ്പോ സൈനിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാംസ്കാരികമാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാംസ്കാരികമല്ല, അത് ഭൗതിക ഭൂപടമാണ്. നൈസർഗിക സസ്യജാല ഭൂപടം അതെന്താണ്? അതും ഈ പറയുന്ന ഭൗതിക ഭൂപടമാണ് അല്ലെ. ദിനാവസ്ഥ ഭൂപടം എന്താണ്? ഈ പറയുന്ന നമ്മുടെ ഭൗതിക ഭൂപടമാണ്. എന്നാൽ ഭൂവിനിയോഗ ഭൂപടമോ?
ഭൂവിനിയോഗ ഭൂപടം. ഇപ്പം പറഞ്ഞിട്ടുള്ളൂ നമ്മളാണ് ആ ഭൂമി വിനിയോഗിക്കുന്നത്. അപ്പൊ അതെന്തിൽ വരും അത് സാംസ്കാരിക ഭൂപടത്തിൽ വരും അല്ലെ. കൾച്ചറൽ മാപ്സ് ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ ആ കൂട്ടത്തിലാണ് വരിക. അപ്പൊ സൈനിക ഭൂപടവും ഭൂവിനിയോഗ ഭൂപടവും. ഒന്നാമത്തതിന്റെ ഉത്തരം ഡി 1, 5. എത്ര പേർക്ക് ശരിയാണ് അവസാനം ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ചോദ്യം നോക്കുക. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാണ്, ചുമർ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ചുമരിന്റെ മുകളിൽ വലിയ ഭൂപടം ഉള്ളത് എന്ന് വെച്ചിട്ട് ഈ പ്രസ്താവന ശരിയാണോ? അത് തെറ്റാണ്. വായിച്ചവർക്കറിയാം ചുമർ ഭൂപടങ്ങൾ എന്താണ്? ചെറിയ തോത് ഭൂപടമാണ്, വലിയ തോത് ഭൂപടമല്ല. എന്താണ് നമുക്ക് പറയാം. അപ്പൊ എന്താണ് ഈ പ്രസ്താവന? തെറ്റാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് അറ്റ്ലസ് ഭൂപടങ്ങൾ. അറ്റ്ലസ് കണ്ടാൽ തന്നെ നമുക്ക് ഓർമ്മയില്ലേ അല്ലെ, നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ? അതിനകത്ത് വളരെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. എവിടെ കാണാനാ? അപ്പോ ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒക്കെ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് തെറ്റാണ്. നോക്കാം നമുക്ക് അടുത്തത്. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കഡസ്ട്രൽ ഭൂപടം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ കേൾക്കാത്തൊരു പക്ഷെ പഠിക്കാത്തവർക്ക് കേൾക്കാത്ത ഒരു ടേം ഇതായിരിക്കും. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് കഡസ്ട്രൽ ഭൂപടം. അപ്പൊ ഇവിടെ എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വിലയിരുത്താനാ പറഞ്ഞത് അല്ലെ. 1ഉം 2ഉം തെറ്റാണ്, 3 ശരിയാണ്. 1ഉം 2ഉം തെറ്റാണ്, 3 ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. സെറ്റ് അല്ലേ? നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്വിക്ക് ആയിട്ട് പറയാം. ഇതൊരു ഫൈനൽ ലാപ്പാണ്. അപ്പൊ ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഒരു ഫൈനൽ റിവിഷൻ ആയിട്ട് കരുതുക കേട്ടോ. ഭൂപടങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം അല്ലെ മക്കളെ? തിരിച്ചൂടെ? ഓക്കെ. ലാർജ് സ്കെയിൽ മാപ്പ്, അതുപോലെ സ്മോൾ സ്കെയിൽ മാപ്പ്. ഇവിടെ മാപ്പുകൾ രണ്ടാക്കി തിരിക്കുമ്പോൾ ചെറിയ തോതിൽ വരുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് അറ്റ്ലസ്, ഒന്ന് ചുമര്. ഓക്കെ. ചുമരിന്റെ മുകളിൽ ഒരു അറ്റ്ലസ് തൂക്കിയിട്ടുണ്ട്. അത് ചെറിയ ചുമരിന്റെ മുകളിൽ ചെറിയ റൂമിൽ ചെറിയ അറ്റ്ലസ്. അത് ചെറുതാണെന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അറ്റ്ലസ് ഇതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഇത് വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയണമെങ്കിൽ അത് വലിയ തോത് ഭൂപടത്തിലായിരിക്കും പറയുക. അപ്പൊ ചെറിയ തോത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സംസ്ഥാനങ്ങൾ കാണാം. ഇന്ന സംസ്ഥാനങ്ങളുണ്ട് അല്ലെ, ഇന്ന നദികളൊക്കെ ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില സ്പോട്ടുകൾ നമ്മുടെ ഓരോരോ സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റൽ അതൊക്കെ കാണിക്കും നമുക്ക് ഒരു മാപ്പ് നിങ്ങൾ നോക്കുന്ന സമയത്ത്. പക്ഷെ ആ ഒരു സംസ്ഥാനത്തിനകത്തുള്ള കാര്യങ്ങൾ, അതിലെ ജില്ലകളുടെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ നോക്കുന്ന മാപ്പിനകത്ത് കാണില്ലല്ലോ. അപ്പൊ അത്തരത്തില് അതാണ് ചെറിയ തോതാണ് അവിടെയുള്ളത്. എന്നാൽ വലിയ തോത് മാപ്പിനകത്തേക്ക് വരുന്ന സമയത്ത് 2 എക്സാമ്പിൾ ഉള്ളത്. ഒന്ന് കഡസ്ട്രൽ ഭൂപടവും മറ്റൊന്ന് ധരാതലീയ ഭൂപടവും. ഇത് രണ്ടും PSC പരീക്ഷകളില് റിപ്പീറ്റ് ചെയ്യുന്ന മക്കളെ. പിടിച്ചോ. ഇതാ ഈ രണ്ടെണ്ണതാ ഈ ഒരൊറ്റ PDF അങ്ങോട്ട് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വാരി വലിച്ച് PDF പഠിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ഷോർട്ട് ആക്കി തരുന്നത് കേട്ടോ. നോക്കൂ, കഡസ്ട്രൽ ഭൂപടം. എടാ ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് പറയട്ടെ. കട അങ്ങ് ആലോചിക്കട്ടോ. ഞാൻ ആലോചിക്കുന്ന ട്രിക്കാണ് മക്കളെ. ഒരുപാട് ട്രിക്കുകൾ പറയൂട്ടോ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് ട്രിക്കൊക്കെ വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ. ഒരു കട എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് വായിച്ചു തരാം. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം. നോക്കൂ, രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി ആണല്ലേ. നോക്കൂ, ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് പദം. ചിലപ്പോൾ അതൊക്കെ ചോദിക്കാൻ പറയാൻ പറ്റില്ല. PSCയുടെ അവസ്ഥ വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എന്ത് വന്നത്? ഈ കഡസ്ട്രൽ ഭൂപടം വന്നത്. കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് പദം പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നാ പറയാ. അവിടെ പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഇവിടെ കെട്ടിടമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് കടയാക്കി. അപ്പൊ ഒരു പാടത്ത് ഒരു കെട്ടിടമുണ്ട്. ഒരു പാടത്ത് എന്തുണ്ട്? ഒരു കെട്ടിടമുണ്ട്, കടയുണ്ട്. അപ്പൊ നിങ്ങൾ ആ പാടത്തെ കെട്ടിടത്തെ കട എന്നാക്കുക. ഓക്കെ. ആ കടയ്ക്ക് അതിന്റെ സ്വത്ത്, അതിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ അതിര് ഇതൊക്കെ വേണമല്ലോ. അപ്പൊ ആ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാപ്പ്. അപ്പൊ അതാണ് കഡസ്ട്രൽ മാപ്പ് എന്നാലോചിച്ച് വെക്കുക. ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഗ്രാമ ഭൂപടങ്ങൾ അഥവാ വില്ലേജ് മാപ്പ് ഇതിനൊരു ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള മാപ്പുകളിൽ വില്ലേജ് മാപ്പ് അഥവാ ഗ്രാമ ഭൂപടങ്ങൾ അതിനൊരു ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഗ്രാമത്തിൽ ഒരു പാടത്തൊരു കെട്ടിടമുണ്ട്, അതിന്റെ പേര് കടയാണല്ലോ അല്ലെ. ഷോപ്പ് നമ്മൾ എന്തെങ്കിലും വെക്കുന്ന ഒരു പലചരക്ക് കട. അപ്പൊ ആ കടയില് നികുതി അടയ്ക്കണം, അല്ലെങ്കിൽ ആ കടയുടെ ഉടമസ്ഥന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു വെക്കുക. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് കഡസ്ട്രൽ ഭൂപടം എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ, പാടത്തുള്ള അല്ലെ അത്തരം ഭൂസ്വത്തുക്കളുടെ അതിരുകള്, ഉടമസ്ഥാവകാശം ഒക്കെയാണ്. അവിടെ ഭൂനികുതി കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ കടയ്ക്ക് നികുതി അടയ്ക്കണം എന്ന് ആലോചിക്കുക. അതുപോലെ ഉടമസ്ഥാവകാശം, ഇത്തരം കാര്യങ്ങളൊക്കെ. ഉദാഹരണമായിട്ട് ഗ്രാമ ഭൂപടത്തെ മനസ്സിലാക്കി വെക്കുക. ഇനി PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഭൂപടമാണ് ധരാതലീയ ഭൂപടങ്ങൾ അല്ലെ. ട്രോപ്പോഗ്രാഫിക്കൽ മാപ്സ് ആണ്. നോക്കൂ, ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ്.
തയ്യാറാക്കുന്നതാണ് ഇത്. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതാണ് നമ്മൾ ഇപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിവ. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ എവിടെ കിട്ടും? ധരാതലീയ ഭൂപടം. ധാരാളം വിവരങ്ങൾ കിട്ടുന്ന ഭൂപടം. കടയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ എന്താണ്? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം. അത് കഡസ്ട്രൽ. കട, അവിടെ ഒരു ഉടമസ്ഥനുണ്ട്, അവിടെ ഒരു ഭൂനികുതി ഉണ്ട്, അവിടെ ഒരു ഉടമസ്ഥാവകാശം, ഒരു പാടവും കെട്ടിടവും ഒക്കെ നമ്മൾ മനസ്സിൽ കട വരും. അപ്പൊ കട. എന്നാൽ ധാരാളം ഡീറ്റെയിൽസ് നോക്കൂ. വനമുണ്ട്, കൃഷിയുണ്ട്, അല്ലെ, പുട്ടുണ്ട്, കടലയുണ്ട്. ഏതൊരു നടൻ പറഞ്ഞാല് എന്തൊക്കെയുള്ളത്? നദികളുണ്ട്, വനങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, പട്ടണങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനവും ഉണ്ട്. അതാണ് ട്രോപ്പോഗ്രഫിക്കൽ മാപ്പ്. ധരാതലീയ ഭൂപടം ധാരാളമുണ്ട്. മറ്റേത് കടയാണ്. ഇത് രണ്ടും വൻ തോത് ഭൂപടമാണ്. പഠിച്ചോ? ചെറിയ തോത് ഭൂപടം എന്തായിരുന്നു ആലോചിച്ചോക്കെ. നോക്കൂ, ഇതാ അറ്റ്ലസും ചുമർ ഭൂപടവും. സെറ്റല്ലടാ, സെറ്റല്ലേ? മാർക്ക് കിട്ടില്ല? കിട്ടും. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന അംഗീകൃത നിറങ്ങളും അവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ചോദ്യം വൃത്തിക്ക് വായിക്കണേ. ചോദ്യം വായിക്കുമ്പോൾ തന്നെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കണം. ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്ന് വായിച്ചു നോക്കിക്കേ. കറുപ്പ് പാറക്കൂട്ടങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് കറുത്ത നിറം പാറ കിട്ടും, പക്ഷെ അത് തെറ്റാണ് അല്ലെ? അവിടെ തവിട്ട് നിറമാണ് പാറക്കൂട്ടം. അവിടെ അപ്പോൾ ശരിയായ ജോഡിയാണ്, അപ്പൊ അത് തെറ്റാണ്. മഞ്ഞ നദി ചൈനയിൽ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാടാ? ഒന്ന് കമന്റ് ചെയ്തേ. അത് വേറൊരു ചോദ്യം കേട്ടോ. അങ്ങനെ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ മഞ്ഞ നദിയല്ല, മഞ്ഞ കൃഷിയിടങ്ങളാണെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പൊ അത് തെറ്റാണ്. പച്ച നൈസർഗിക സസ്യജാലങ്ങൾ ശരിയാണ്. ചുവപ്പ് റോഡുകളാണ് അല്ലെ? റോഡ് പണിയൊക്കെ ചുവപ്പ് നാടയിൽ കുടുങ്ങിന്ന് പറയാല്ലേ? ഇപ്പൊ ചുവപ്പ് റോഡാന്ന് അറിയാം കേട്ടോ. ചുവപ്പ് എന്താണ്? റോഡാണ്. അവിടെ ഈ റെഡ് സിഗ്നൽ ഒക്കെ ഉണ്ടാവില്ലേ? ചുവപ്പ് റോഡ് കിട്ടും. നോക്കൂ, തവിട്ട് മണൽക്കൂനകൾ, അത് 3 ഉണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ 3, 4, 5 ഞാൻ അങ്ങോട്ട് തിരഞ്ഞെടുക്കും. അപ്പൊ ഇത് കത്താത്തവർക്ക് ഇതാ കത്തിക്കാം. നോക്കിക്കേ, ഇത് പഠിച്ചില്ല നിങ്ങള്? PDF ഞാൻ എല്ലാ ദിവസവും രാവിലെ തരും. എന്നിട്ട് രാത്രി 9 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ടെലഗ്രാം ചാനൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഇവിടെ നോക്കൂ, പച്ച എന്ന് പറയുമ്പോൾ നൈസർഗിക സസ്യജാലങ്ങൾ ശരിയാണോ? നമ്മൾ പഠിച്ചില്ലേ? മഞ്ഞ നോക്കിയടാ, കൃഷിയിടങ്ങളല്ലേ മക്കളെ? കൃഷിയിടങ്ങൾ മഞ്ഞയാണ്. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഞാനിതാ സ്റ്റാർ ഇട്ട് വെക്കാം. കാരണം എന്താ പറയുക? ഇത് കൃഷി മഞ്ഞയാണ്, നമുക്ക് പെട്ടെന്ന് കത്തില്ല. പച്ചയിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും. അപ്പൊ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിറാണോ? അപ്പൊ മഞ്ഞ എന്താണ്? കൃഷിയെ കണക്ട് ചെയ്ത് വെക്കുക. മഞ്ഞ കൃഷിയിടങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വെക്കണേ. യെസ്. നോക്കൂ, ചുവപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ. അവിടെയാണ് പ്രശ്നം. പാർപ്പിടങ്ങൾ ചുവപ്പുണ്ട്, റോഡും ചുവപ്പുണ്ട്. അപ്പൊ ചുവപ്പ്, പാർപ്പിടങ്ങൾ, റോഡ് സെറ്റാണോ? ഒരു റോഡിന്റെ വക്കത്ത് ഒരു വീട്, ഒരു പാർപ്പിടം ഉണ്ട്. അവിടെ ഒരു ചുവന്ന സിഗ്നൽ ഉണ്ട് അല്ലെ? അപ്പൊ ആലോചിച്ച് വെക്കുക, റോഡും പാർപ്പിടവും എന്താണ്? ചുവപ്പാണ്. ഇത് രണ്ടും ഞാനൊന്ന് വട്ടത്തിലാക്കിയിട്ടുണ്ട്. ഇത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പാർപ്പിടങ്ങൾ, റോഡുകള് ഈ പറയുന്ന ഭൂപടത്തിനകത്ത് ചുവപ്പ് നിറമാണ് സൂചിപ്പിക്കുക. കറുപ്പിലേക്ക് വരുമ്പോൾ കറുപ്പ് കുറച്ച് അധികം ഉണ്ടല്ലേ? തീവണ്ടിപ്പാത. അപ്പൊ നിങ്ങൾ കറുപ്പ് ആലോചിക്കുക. ആ ട്രാക്ക്, തീവണ്ടിപ്പാത, കറുപ്പ്. അക്ഷാംശ രേഖകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകൾ നിങ്ങൾ കാണാറുണ്ടല്ലോ ഭൂപടങ്ങളിൽ, കറുപ്പ് നിറത്തിലാണ് വരയ്ക്കാറ്. ടെലിഫോൺ ലൈനുകൾ. ഇപ്പൊ ടെലിഫോൺ ലൈന്, അതുപോലെ തീവണ്ടിപ്പാത, അത് രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതുപോലെ അക്ഷാംശ രേഖാംശ രേഖകൾ. അപ്പൊ തീവണ്ടിപ്പാത, ടെലിഫോൺ ലൈൻ സെറ്റാണോ? ഏതാണത്? കറുപ്പാണ്. അങ്ങ് പഠിക്കട്ടോ, നിങ്ങൾ പഠിച്ചോ? റെഡിയാണിത്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം മക്കളെ. ഈ ക്ലാസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ 1-2 മാസം കഴിഞ്ഞിട്ട് കണ്ടോളൂ കേട്ടോ. സമയമുണ്ട്, നമുക്ക് 1.5 മാസം ഇനിയും എക്സാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ. നോക്കൂ, നീല എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളാണ്. നീല എന്താണ്? ജലാശയങ്ങൾ. എല്ലാവർക്കും കിട്ടും. തവിട്ട് നോക്കൂ, പാറ, മണല്, കുന്ന്. കുന്നിലെ പാറ പൊട്ടിച്ച് നമ്മൾ മണലാക്കിയപ്പോൾ തവിട്ട് നിറാണ്. എന്താണ്? കുന്നിലെ പാറ നമ്മൾ പൊട്ടിച്ച് മണല് പോലെ പൊടിച്ചു നോക്കുമ്പോൾ എന്താണ്? തവിട് പൊടിയായിപ്പോ നമ്മൾ പറയാറില്ലേ? കുന്നിലെ പാറ നമ്മൾ മണല് പോലെ തവിട് പൊടിയാക്കി പൊടിച്ചു, അല്ലെങ്കിൽ മണല് പോലെ തവിട് പോലെ പൊടിച്ചു. അങ്ങനെ തവിട്ട്, മണൽ, കുന്ന്, പാറ. മണൽ, കുന്ന്, പാറ. അതൊക്കെ കിട്ടുമോ? കിട്ടണം. അപ്പൊ കുന്നിലെ പാറ നമ്മൾ മണല് പോലെ തവിട്ട് പൊടിയാക്കി, തവിട്ട് നിറം ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് നേരത്തെ തെറ്റില്ലായിരുന്നോ? സെറ്റാണോ? സെറ്റാണ്. നോക്കൂ അടുത്തൊരു ചോദ്യം. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം മക്കളെ.
LDC എക്സാമിന് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, മറ്റേതൊരു PSC പരീക്ഷ എഴുതുന്നു നിങ്ങൾക്ക് റാങ്ക് അടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇനി അങ്ങോട്ട് കണ്ടാൽ മതി. കാരണം ചിലർ പറയും ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. 2023 ഫെബ്രുവരി മാസം നടന്ന ഒരു LGSന്റെ എക്സാം ഉണ്ട്. ആ LGS എക്സാം എഴുതിയവർക്ക് ഓർമ്മ, ഞാൻ അതിന്റെ ആൻസർ കീ യൂട്യൂബിലൂടെ ലൈവ് ആയിട്ട് തന്നാണ്. അന്ന് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചപ്പം പലരും ഇങ്ങനെ നെറ്റി ചോദിച്ചു, അയ്യോ ഇത് സിലബസ് ഇല്ലാലോ. ഒരു 5-6 ചോദ്യങ്ങൾ സിലബസ് ഇല്ലാത്ത ചോദിച്ചിരുന്നു. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പാഠഭാഗത്താണ്. അപ്പൊ SCRT പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് മാത്രം വെച്ചിട്ട് പഠിച്ച കാര്യമില്ല. നമുക്ക് ഒരു മാർക്കും നഷ്ടപ്പെടുത്താൻ സമയമില്ല. അത് നമുക്ക് നേടിയേ പറ്റൂ. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു അരമണിക്കൂർ എടുത്തൊന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അരമണിക്കൂർ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ അത് മതി. പിന്നെ നിങ്ങൾ അധികം പഠിക്കാൻ നിൽക്കണ്ടടാ. നോക്കൂ, ഇതായിരുന്നു കഴിഞ്ഞ 2023 LGS ആണ്. സിലബസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ സിലബസിന്റെ അയലത്തൂടിയ ഈ കാര്യങ്ങളൊന്നും പോകുന്നില്ല. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും എന്ന് തുടങ്ങുന്ന വരികൾ തന്നിട്ട് ഇത് ഏത് സംഘകൃതിയിലാണെന്ന് ചോദിച്ചു LGSന്. അപ്പൊ LDC അല്ലെങ്കിൽ മറ്റേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകുക. കാരണം 5-ലും 6-ലും 7-ലൊക്കെ കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ നോക്കൂ, തേൻ നെയ്യോട് കിഴങ്കുമാറിയോർ മീൻ നെല്ലൊടു തറവുമാറുകവും. വായിക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും ഞാനത് വായിച്ചു ഒപ്പിച്ചു അല്ലെ. മുകളിൽ കൊടുത്തിരിക്കുന്ന വരികൾ സംഘകാല സാഹിത്യത്തിലെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? പുറനാനൂറ് നോക്കണേ, പുറനാനൂറ്, അകനാനൂറ്, 18 ഇതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഈ പേര് നമുക്ക് അങ്ങനെ പരിചയം ഉണ്ടാവില്ല. അപ്പൊ നോക്കൂ, ഞാനൊരു ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വരികൾ SCRT പറയുന്ന മുഴുവൻ വരികളും അതിലെ ഏത് കൃതിയിലാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങളത് പഠിച്ച് സെറ്റായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അതിന് ആലോചിച്ച് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വന്ന് ഡിസ്ലൈക്ക് അടിച്ചോ കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണേ. കാരണം പെരുനാരാറ്റുപടൈ, തേൻ 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 നെയ്യ് പോലെയുള്ള തേൻ, അതൊന്നും വേണ്ട. തേൻ എടുക്കാൻ നമ്മൾ പോയാൽ നോക്കൂ, പെരും പടയായിട്ട് ഇങ്ങ് വരും. ആരാ പേര് അറിയോ? തേനീച്ച അല്ലെ. അമ്പമ്പോ പണിപ്പാളിയല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ പെരും തേനീച്ചകൾ ഇങ്ങനെ പടയായിട്ട് ഇങ്ങോട്ട് വരും തേനെടുക്കാൻ പോയാൽ. അപ്പൊ തേനുണ്ടോ, തേനുണ്ടോ നോക്കണേ, തേനുണ്ടോ ഒന്നും നോക്കണ്ട, നിങ്ങൾ പടയായിട്ട് വരും. അപ്പോ പോരിന് വരും അല്ലെ. അപ്പൊ പൊരുനാരാറ്റുപടൈ, തേനീച്ച പോരിന് വരും പടയായിട്ട്. നോക്കണേ, നോക്കൂ നോക്കൂ നോക്കൂ, പോരിന് വരും തേനീച്ച വരും. നോക്കൂ, പോരിന് വരും പടയായി വരും. തേനുണ്ടോ വരികളില് ഈ പറയുന്ന സംഘകാല കൃതിയാണോ? നിങ്ങൾ പടയുണ്ടോ പോരു ആലോചിക്കുക. പോരു നാരാറ്റുപടൈ കിട്ടും നിങ്ങൾക്ക്. പോര് പട അത് മതി. നോക്കൂ, അടുത്തത് ഞാൻ ടക്കടക്കേന്ന് പഠിപ്പിച്ചുതരാം. കലം ചെയ്കോവേ, കലം ചെയ്കോവേ. ഇതിന്റെ അർത്ഥങ്ങളൊക്കെ SCRT പറയുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന ഭർത്താവിനെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ മൃതശരീരം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കലത്തെക്കുറിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് വരികൾ. പക്ഷെ ഇതൊന്നും നമ്മൾ പഠിക്കണം. നമ്മൾ ടക് 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 പഠിക്കണം. നോക്കൂ, ഇവിടെ കലമുണ്ട്, എന്തുണ്ട്? കലമുണ്ട്. താഴെ എന്തുണ്ട്? നിങ്ങൾക്ക് താഴെ നമ്മളിപ്പോ നേരത്തെ പഠിച്ച തേന് കിട്ടിയ തേൻ ഇതാ പെരുനാരാറ്റുപടൈ. ഇവിടെ കലമുണ്ട്, കലം പുറനാനൂറാണ്. ഇതുകൂടി ഒന്ന് നോക്കൂ നിങ്ങൾ. ഏത് കൂടിയോ? നേരത്തെ പറഞ്ഞ മീന് ഉണ്ടോ, മീന്. അപ്പൊ മീന് 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 ഇത് SCRTയിൽ കൊടുത്തതാണ്. 5ാം ക്ലാസ്സിലുള്ളതാണ്. 5ാം ക്ലാസ്സിലുള്ളതാണ്. ഇത് PYQ ആണ്. അപ്പോ സിലബസിനപ്പുറം നമുക്ക് ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. മീൻ വിറ്റ്, മീൻ വിൽക്കൊന്നും വേണ്ട. നിങ്ങൾ നോക്കൂ, പുറത്തിരിക്കുക. നിങ്ങൾ വീട്ടിനകത്ത് മീൻ മുറിക്കുന്നവരൊക്കെ ഉണ്ടാവും. തൽക്കാലം പണ്ടത്തെ കാലത്തേക്ക് പോവാ. എന്ന് വെച്ചാൽ കുറച്ച് മുമ്പൊക്കെ നമ്മുടെ വീട്ടിനകത്തൊക്കെ മീൻ കൊണ്ടുവന്ന ഞാൻ കാണുന്ന കാഴ്ചയാണ്. പുറത്തിലെ ഈ പറയുന്ന അടുക്കളയുടെ പുറത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മുടെ ചേച്ചിമാരോ അമ്മമാരോ ഉമ്മമാരോ ആരാണെങ്കിലും മീനൊരു ഒരു ചെറിയ ചട്ടിയൊക്കെ വെച്ചിട്ടാണ് മീൻ മുറിക്കുക അല്ലെ. അപ്പൊ പൂച്ചകളൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിരിക്കും. ഇതാണ് നിങ്ങളുടെ മനസ്സ്. അപ്പൊ പുറത്തിരിക്കുന്നു, പുറം പുറം പുറം. പുറത്തിരുന്നു കൊണ്ട് 400 റുപ്യക്ക് വാങ്ങിയ മീന് കലത്തിലിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. ഇനി മറന്നു പോകുമോ? കലമുണ്ടോ, കലമുണ്ടോ, മീനുണ്ടോ, കലമുണ്ടോ, മീനുണ്ടോ, ഉറപ്പിച്ചോ പുറത്തിരിക്കും പഠിച്ചുവല്ലോ, ഒരു മാർക്ക് സെറ്റാണ്. ഒന്ന് പറഞ്ഞേ, മീനുണ്ടോ, കലമുണ്ടോ, പുറത്തിരിക്കണം. സെറ്റാ മക്കളെ, സെറ്റാണ്. അപ്പൊ അത് കിട്ടി. മീനുണ്ട്, കലമുണ്ട്, പുറത്തിരിക്കണം. പടയായിട്ട് വരും തേനുണ്ടെങ്കിൽ. നാടാ ദാ കൊൻറോ കൊൻറോ കാടാ കൊൻറോ. ഇതൊക്കെ എന്ത് വരിയാന്നൊക്കെ ചിന്തിക്കും. ഇതൊക്കെയാണ് വരി. 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും മക്കൾ പഠിക്കാനുള്ളതാണ്. ഔവയ്യ, എടാ നാട്ടിൽ നിന്നും കാട്ടിലേക്ക് വഴി അറിഞ്ഞൂടാ. നേനോ ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ ചോദിച്ചൊരു വഴി ഉണ്ടല്ലോ അല്ലെ തേന്മാവിൻകൊമ്പത്തില്. നോക്കൂ, ഔവയ്യാർ. എന്താണ്? വയ്യറിഞ്ഞൂടാ. നാട്ടിൽ നിന്ന് കാട്ടിലേക്കുള്ള വഴി അറിഞ്ഞൂടാ. നാട്ടിൽ നിന്ന് കാട്ടിലേക്കുള്ള വഴി അറിഞ്ഞൂടാ. ഔവയ്യാർ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്റെ മക്കളെ 6 മാസമല്ല 6 കൊല്ലം മനസ്സിലുണ്ടാവും. അപ്പൊ നോക്കൂ, നാടാ കൊൻറോ കാടാ കൊൻറോ ഔവയ്യാർ. എന്താണ്? ഔവയ്യാർ. വൈ അറിഞ്ഞൂടാ, ഔവയ്യാർ. അല്ലയോ ഭൂമി, നീ ഒന്നുകിൽ നാട് തന്നെയാവുക. വരികളൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. എനിക്ക് സമയമില്ല, സ്മാർട്ട് വർക്കാണ്, ഞാൻ അതൊന്നും വായിക്കില്ല. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഉപ്പളം. ഇതുകൂടി പറയാം. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു. ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് വരികൾ നമ്മൾ പഠിച്ചു.
അപ്പൊ നാടും കാടും വന്നാല് വൈ അറിഞ്ഞൂടാ, നാട്ടിൽ നിന്ന് കാട്ടിലേക്കല്ലേ, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വൈ അറിഞ്ഞൂടാ. അത് സെറ്റാണ്. നോക്കൂ അടുത്തത് ഉപ്പാണ്. ഉപ്പ് വന്നാ പിന്നെ എന്താ പ്രശ്നം? ഉപ്പ് വന്നാൽ ഞാൻ ഉമ്മേച്ചി ആലോചിക്കും, അല്ലെങ്കിൽ ഉമ്മ ആലോചിക്കും. ഉമ്മ ഉപ്പിന്റെ പാത്രം എടുത്തിട്ട് പുറത്ത് കൊണ്ടുവെക്കാറുണ്ടോ? നിങ്ങൾ മീൻ മുറിക്കുന്ന സമയത്ത് ഉമ്മ മീൻ മുറിക്കുന്ന കഥ ഞാൻ പറഞ്ഞില്ലേ, അമ്മയോ ഉമ്മയോ ആരാണെങ്കിലും മീൻ മുറിക്കുക പറഞ്ഞാൽ പുറത്തുനിന്നാണ്. അപ്പൊ പുറ 400 മീന് വന്നു, കലം വന്നു, പുറത്തു വന്നു. എന്നാൽ കലത്തിലല്ല നിങ്ങൾ ഉപ്പ് എടുക്കുക. ഉപ്പ് നിങ്ങൾ എവിടെ വെക്കുക? ഉപ്പ് നിങ്ങൾ എവിടെയെങ്കിലും ഇട്ട് വെച്ചോ. തൽക്കാലം ഞാൻ ഉപ്പ് എവിടെ ഇട്ട് വെക്കുന്നു? അകത്ത് ഉമ്മ ഉപ്പ് ഇട്ട് വെക്കുക കേട്ടോ. ഉപ്പ് പരലുകളിൽ ഉപ്പളങ്ങളിൽ വിളഞ്ഞ ഉപ്പു പരലുകൾ. അപ്പൊ ഉപ്പ് പരലല്ല, ഭരണിയിലാണ്. ഉപ്പ് പരലെന്നോ ഭരണിന്നോ എന്ത് പഠിച്ചാലോ അത് എവിടെയാണ്? അകത്താണ്. അപ്പൊ അത് അക 400. ഉപ്പ് വന്നോ ഒന്നും നോക്കണ്ട, ഉപ്പ് വന്നാൽ അത് അക 400. എന്താണ് ഞാൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞത്? നോക്കൂ, ഉപ്പ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് നോക്കൂ, ഈ പറയുന്ന സംഘകാലഘട്ടത്തിനകത്ത് ഉപ്പ് ഒരു പ്രധാന കൈമാറ്റ വിഭവമായിരുന്നു. ഉമണർ എന്ന കച്ചവട സംഘമായിരുന്നു ഈ വിനിമയം നടത്തിയിരുന്നത്. അപ്പൊ ഉപ്പിന്റെ വിനിമയം നടത്തിയവരെ എന്ത് വിളിക്കും നമ്മള്? ഉമണർ. അപ്പൊ ഉമ്മ, ഉപ്പ്, പാത്രം, അക 400. ഉപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി വരെയൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഉപ്പളങ്ങളിൽ വിളഞ്ഞ ഉപ്പു പരലുകൾ. എന്താണ്? അക 400. കിട്ടിയോ? അക 400. അവിടെ ഉപ്പ്, ഉമണർ. സെറ്റല്ലേ? സെറ്റാണ്. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതായിട്ട് കഴിഞ്ഞ് അവസാന ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഘകാല കൃതികളിൽ വ്യാകരണ ഗ്രന്ഥ വിഭാഗത്തിൽപ്പെട്ടത്. സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇതും ഈസി. നോക്കൂ, സംഘകാല കൃതികളിലെ കിട്ടി. മധുരൈ കാഞ്ചി, ചിലപ്പതികാരം, തോൽക്കാപ്പിയം, മണിമേഖല. ഇവിടെ തോൽക്കാപ്പിയം പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം പറയുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ മുഖത്തൊക്കെ അല്ലെ വ്യാകരണം, ഈ പറയുന്ന വായ, അതുപോലെ കരണം, ഇവിടെയൊക്കെ ഈ കാപ്പിയൊക്കെ ഇങ്ങനെ തേച്ചു വെക്കും. അപ്പൊ തോലിന്റെ മോളെ മനസ്സിലായില്ല, ഇതൊരു ആൾ ചെയ്ത് ഞാൻ കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് വന്നാണ്. തോലിന്റെ മോള് വായിലും കരണത്തൊക്കെ എന്ത് ചെയ്യും? വായിലും കരണത്തുമൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചിലർ പുട്ടി അടിക്കാറല്ല, കാപ്പിപ്പൊടി വെക്കാറുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. വെളുക്കാനോ കറക്കാനോ എന്താണെങ്കിലും വെളുക്കാൻ തേച്ച് പാണ്ടാവാണ്ടിരുന്നാൽ മതി തോലിന്റെ മുകളിൽ. അപ്പൊ വായിലും കരണത്തും തോലിന്റെ മുകളിൽ കാപ്പി വെക്കുന്നു. അപ്പൊ തോൽക്കാപ്പിയം എന്താണ്? ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. സെറ്റാണോ? വായി, കരണം, തോലിന്റെ മുകളിൽ കാപ്പി, തോൽക്കാപ്പിയം. കിട്ടും. 1 മാർക്കാണ്. ഇവിടെ നോക്കൂ, ഇതാണ് 8ാം ക്ലാസ്സിലെ ഞാൻ ഈ പറഞ്ഞ ചോദ്യമിട്ട പട്ടിക ബോക്സ്. ആ ബോക്സ് നിങ്ങൾ ഇപ്പം പഠിക്കുന്നു, രസകരമായി കോഡാക്കി പഠിക്കുന്നു. നോക്കൂ, 10 പാട്ടുകൾ ഞാൻ ഇങ്ങനെ പാടാറുണ്ട് അല്ലെ. അപ്പൊ 10 പാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും മക്കളെ, മധുരൈ കാഞ്ചി. ചോദ്യം ഞാൻ പറയുന്നില്ല, നിങ്ങളെ മനസ്സിലേക്ക് ഇപ്പൊ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും അല്ലെ. എന്തിനെ കുറിച്ചാണ്? കേരളത്തിന്റെ ഉത്സവം അല്ലെ, ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത് ചോദിക്കാറുണ്ട്. മധുരൈ കാഞ്ചി. ആ മധുരൈ കാഞ്ചി തന്നെയാണ് ഈ മധുരൈ കാഞ്ചി. അവിടെയാണ് മക്കളെ മധുരൈ കാഞ്ചി. ഓണം എന്ന് പറയുമ്പോൾ ഓണത്തിന് നിങ്ങൾക്കറിയാം 10 ദിവസം അല്ലേ. അപ്പൊ തിരുവോണം 10 ദിവസം പാട്ടും മേളവും ഒക്കെ ആണ് ഓണത്തില്ലേ. അപ്പൊ ഓണത്തെ കുറിച്ച് പറയുന്നത് മധുരൈ കാഞ്ചി. തിരുവോണമുണ്ട്, 10 ദിവസമുണ്ട്. 10 പാട്ടിൽപ്പെട്ടതാണ് തിരുമുരു കാറ്റുപടൈ മധുരൈ കാഞ്ചി. അപ്പൊ തിരുവോണവും മധുരൈ കാഞ്ചി 10 പാട്ടും ആലോചിച്ച് വെക്കുക. 10 പാട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട 2 പ്രധാനപ്പെട്ട കൃതികളാണ് തിരുമുരു കാറ്റുപടൈ മധുരൈ കാഞ്ചി. ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് ആലോചിച്ചാൽ 5 മിനിറ്റ് മതി പഠിക്കാൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം, എന്നാൽ ഇതൊക്കെ പഠിക്കാൻ പറ്റൂ. അപ്പൊ 10 പാട്ട്. തിരുവോണം അല്ലെ, 10ാം ദിവസം. മധുരൈ കാഞ്ചി ഓണത്തെ കുറിച്ച് PSCയുടെ PYQ ആണ് എന്ത്? ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? നോക്കൂ, 8 തൊക്കൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. 8ന്റെ തുക എന്ന് വെച്ചാൽ 800 എന്ന് കേൾക്കുമ്പോൾ നോക്കൂ, അകത്തൊരു 400, പുറത്തൊരു 400. 2 400 800 ആയില്ലേ. അപ്പൊ 8 തുക എന്ന് പറഞ്ഞാൽ തുക ചൊള എന്നൊക്കെ പറഞ്ഞാൽ തുക അല്ലെ. 8 തുക എന്ന് പറഞ്ഞാൽ 800. നോക്കൂ, അകത്തൊരു 400, പുറത്തൊരു 400, പിന്നെ എല്ലാ 10 കൂടി കൂട്ടി 10. അപ്പൊ ഈ 3 എണ്ണം നിങ്ങൾക്ക് കിട്ടിയ 8ന്റെ തുകയാണ്. അക 400, പുറ 400, 10 8 തൊക്കൈ അല്ലെ. 8 തൊക്ക ഇതൊക്കെ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടാവില്ല, പാട്ടിനൊന്നും ആവശ്യമില്ലടാ. 8 തൊക്ക എന്ന് പറഞ്ഞാൽ അക 400, പുറ 400, 10 10 പാട്ട് എന്ന് പറഞ്ഞാൽ തിരുവോണം മധുരൈ കാഞ്ചി. സെറ്റല്ലേ മക്കളെ? സെറ്റാണ്. നോക്കൂ, 11 കീഴ്കണക്ക്. ഇതൊക്കെ എങ്ങനെ പഠിക്കുക? കീഴെ കണക്കിന് വീണ സമയത്ത് വല്ലാത്തൊരു അല്ലേ, ആ തിരുമൊഴി ഒന്ന് മൊഴിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ അല്ലെ. തിരുമൊഴിയൂലേ. ഇതൊക്കെ പല കോഡാക്കട്ടോ, പല കോഡുകളാണ് മനസ്സിലേക്ക് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ഇതൊന്നും പ്ലാൻ ചെയ്ത് പറയല്ല. നിങ്ങൾക്ക് അറിയാലോ, എന്റെ ലൈവ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഒരുപാട് ഇരുന്നല്ലേ. അപ്പോ
ഇത് പല കോഡുണ്ട്. ഒരു കോഡ് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു വെച്ചാല് കണക്ക് ചില ആളുകൾക്ക് ഒരു കൂറ സാധനമാണ് ഈ കണക്ക് എന്ന് പറയും. കണക്ക് ചില ടീച്ചർമാർ മൊഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കണക്ക് ചില ടീച്ചർമാരെ തിരുമൊഴിയെ ഒന്നും മനസ്സിലാവില്ല. തിരുമൊഴി, കുറൽ മൊഴി കണക്കാണ് അല്ലെ. തിരുമൊഴി കണക്ക് അതിപ്പോ ഓർമ്മിച്ച് കിട്ടിയാണ്. അങ്ങനെ പല കോഡ് നിങ്ങൾക്ക് ആക്കാം. അപ്പൊ കണക്കെന്ന് കിട്ടിയാൽ മതി. കണക്ക് തിരുമൊഴി വേറെ എന്തെങ്കിലും കോഡിന്റെ കമന്റ് ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ വ്യാകരണം നമ്മൾ പഠിച്ചു. വായിലും കരണത്തും തോലിന്റെ മുകളിൽ കാപ്പിപ്പൊടി സെറ്റ്. ഇനി ഇത് ഇങ്ങ് പഠിക്കുക. ഒരു മുறை വന്ന് പാർത്തായ എന്താ സാധനം? മഹാകാവ്യങ്ങളാണ്. മഹാകാവ്യം എന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ എക്കാലത്തെയും മെഗാ ഹിറ്റ് സിനിമ ഇതാണ് മണിച്ചിത്രത്താഴ് അല്ലെ. അപ്പോ അവിടെ ചില പതികാരമുണ്ട്. ചിലങ്ക വെച്ചിട്ട് ഇങ്ങനെ മണിച്ചിത്രത്താഴ് നിങ്ങൾ ചില പ്രതികാരമാണോ? അപ്പൊ ചിലങ്ക വെച്ചിട്ട് ഇങ്ങനെ മണിമേഖലകളിൽ മണിച്ചിത്രത്താഴ് ആലോചിക്കുക. മഹാകാവ്യം ഏതാണ്? ചിലപ്പതികാരവും മണിമേഖലയുമാണ്. ഓക്കെ, ചിലവ് മണി. മഹാകാവ്യം ഉണ്ടാക്കണമെങ്കിൽ വലിയ ചെലവാണ്, മണി വേണം അത് കേട്ടോ. അപ്പൊ മഹാകാവ്യം ഉണ്ടാക്കണമെങ്കിൽ ചിലവാണ്, മണി വേണം. ചിലവാണ്, മണി ഉണ്ടെങ്കിൽ മഹാകാവ്യം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ ആലോചിച്ച് വെക്കാം. അവിടെ ചിലങ്കെട്ട് വരുന്നു, അതൊരു മഹാകാവ്യമാണല്ലേ. ആ പറയുന്ന നമ്മുടെ ശോഭനയുടെ ആ ഒരു ഡാൻസും ശോഭനയുടെ അഭിനയമൊക്കെ അല്ലേ ദേശീയ പുരസ്കാരം കിട്ടിയല്ലേ. അപ്പോ ശോഭന ചിലങ്ക കെട്ടി ആടുന്ന ആ മണിച്ചിത്രത്താഴ് സിനിമ ഒരു മഹാകാവ്യമാണെന്ന് ആലോചിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മഹാകാവ്യം എഴുതാൻ വലിയ ചെലവാണ്, മണി വേണം. എങ്ങനെ ആലോചിച്ച സാധന സെറ്റാണ്. ഇവിടെ തിരുക്കുറലെ വരികൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് വായിച്ചോളൂ കേട്ടോ. അത് നിങ്ങൾ കോടാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ തെക്കേ ഇന്ത്യയിൽ നിന്നും മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? SCERT 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണ്. അപ്പൊ ഇത് കേരളത്തിലൊരു പ്രദേശമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് പല രൂപത്തിൽ ചോദിക്കാം. നമ്മൾ ഇതൊന്നും ഒഴിവാക്കണ്ട. ഇതൊക്കെ ഒരു ഒറ്റ വായന, 1/2 മണിക്കൂർ എടുത്ത് പഠിച്ചാൽ പോരെ. ഇനിയും 1.5 മാസം ഉണ്ട് LD എക്സാമിന്. ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന 70 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. PYQ ഒക്കെ നോക്കി അസംബിൾ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു 70 മാർക്ക് കിട്ടും. അതിന്റെ മുകളിലോട്ട് കയറണം, 75ന്റെ മുകളിലോട്ട് കയറണം. അങ്ങനെ കയറണമെങ്കിൽ നമുക്ക് SCERT അരിച്ചു പെറുക്കി പഠിക്കുക തന്നെ വേണം. അപ്പൊ സെറ്റല്ലേ? പെറുക്കിക്കോ, എന്നാ കിട്ടിക്കോ. നോക്കിയോ, പഴനി, ആദിച്ചനല്ലൂർ, കൊടുമൺ, അഗളി. ഏതാ ഉത്തരം? ഇവിടെ അഗളിയാണ് ഉത്തരം. അഗളി നിങ്ങൾ വേറെ എവിടെ കിട്ടണം അല്ലെ. നോക്കൂ, ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം. വ്യത്യസ്ത തരം ഇരുമ്പ് ഉപകരണങ്ങൾ മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവയിൽ വാള്, കുന്തം, കത്തി, ചൂണ്ടക്കൊളുത്ത്, വിളക്ക്, ആണികൾ, വിളക്കുകാൽ എന്നിവ ഉൾപ്പെടുന്നു. അതിനാൽ ഈ കാലഘട്ടം ദക്ഷിണേന്ത്യയിൽ ചരിത്രത്തിൽ ഇരുമ്പ് യുഗം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ എന്താണ് ഈ പറയുന്ന മഹാശിലാസ്മാരകങ്ങളെ ഇരുമ്പ് യുഗം എന്ന് വിളിക്കാറുണ്ടെന്ന് ഓർത്ത് വെച്ചോട്ടോ. ഓക്കെ, ആ സമയത്ത് കുറച്ച് ഇരുമ്പിന്റെ ഒക്കെ കിട്ടി, ടൂൾസ് കിട്ടി. ഇരുമ്പ് യുഗം. ഇരുമ്പ് ഉപകരണങ്ങൾക്ക് പുറമെ മൺപാത്രങ്ങൾ, മുത്തുകൾ എന്നിവയും ഈ സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ചില സ്മാരകങ്ങളിൽ നിന്ന് റോമൻ സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെറുതെ വായിച്ചു പോകുക കേട്ടോ. പഠിക്കണ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഈ കാലഘട്ടത്തിൽ അകം കറുത്തതും പുറം ചുവന്നതുമായ മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അകം കറുത്തതും പുറം ചുവന്നതും. ഇപ്പൊ നേരെ തിരിച്ചാണോ? ആലോചിച്ച് നോക്കിയാ കേട്ടോ. തെക്കേ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊടുമണൽ, ഇപ്പൊ കൊടുമൺ പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ജസ്റ്റ് ആ സിനിമ കമന്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇത് കൊടുമണലാണ്, കൊടുമണല്ല, കൊടുമണൽ. അളകരൈ, നോക്കൂ എന്താണ് അളകരൈ. പഠിച്ചാൽ തെറ്റിക്കാൻ വേണ്ടി ഇന്നത്തെ ഓപ്ഷൻ അങ്ങനെ ഇട്ട് അളകരൈ. തിരുക്കാമ്പലിയൂർ, പഴനി. സമാധാനം തോന്നുന്നുണ്ട് അല്ലെ. പഴനി വന്നപ്പോ അറിയുന്നൊരു സ്ഥലം ഉണ്ടല്ലോ. ആദിച്ചനല്ലൂർ, അതും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു ചോദ്യമായിട്ട് മുമ്പ് PS ചോദിച്ചിരുന്നു. ആദിച്ചനല്ലൂർ. ചെറമനങ്ങാട് അല്ലെ, വേറെ പല അങ്ങാടും കേട്ടിട്ടുണ്ട്, ചെറമനങ്ങാട് കേട്ടില്ല. മറയൂർ, വീണ്ടും ഒരു ആശ്വാസം. ഉമിച്ചിപ്പൊയിൽ, അപ്പോ ഉമ്മച്ചിക്ക് മറവിയാന്നൊക്കെ പറഞ്ഞ കോഡൊക്കെ ഉണ്ട്. കോഡ് ഞാൻ പറയുന്നില്ല, ഇപ്പൊ തന്നെ ഒരുപാട് കോഡായിട്ടുണ്ട്. നിങ്ങൾ കോഡ് കമന്റ് ചെയ്തോ അല്ലെ. നിങ്ങൾ കോഡ് കമന്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് പറയാൻ ഞാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കൂ, കൊടുമണൽ, അളകരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനല്ലൂർ, ചെറുമനങ്ങാട്, മറയൂർ, ഉമ്മിച്ചിപ്പൊയിൽ. പാട്ട് പാടിക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇത് പഠിച്ചു കൊടുക്കുക. അവിടെ മറയൂർ ഓർത്ത് വെക്കണം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയത് എന്താണ്? മറയൂർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ കൊടുമണലും അതുപോലെ തന്നെ ആദിച്ചനല്ലൂറും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ്? കൊടുമണലും ആദിച്ചനല്ലൂരും പഴനിയും മറയൂരും ഓർത്ത് വെച്ചുകൊടുക്കുക. കൊടുമണൽ, ആദിച്ചനല്ലൂർ, പഴനി, മറയൂർ. ഓക്കെ, ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വായിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ ഒരു മഹാശിലാ കാലഘട്ടത്തിൽ അല്ലെ, നമ്മള് എന്താ പറയുക, ഇത്തരത്തില് പ്രാചീന തമിഴ് കാലത്ത്
നന്നങ്ങാടികൾ എന്നറിയപ്പെടുന്ന സംവിധാനം. മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന രീതിയാണ് നന്നങ്ങാടികൾ. അപ്പൊ നന്നങ്ങാടികളൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ അതിന് മീതെ വലിയ ശിലകൾ ഇങ്ങനെ കാണപ്പെട്ടിരുന്നു. അപ്പൊ അത്തരത്തിൽ ശിലകൾ ഉപയോഗിച്ചിരുന്നു, കൽവളയങ്ങൾ ഉപയോഗിച്ചിരുന്നു, കന്മേഷ ഉപയോഗിച്ചിരുന്നു, കല്ലറകള്, മുനിയറകള്, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, അതുപോലെ തന്നെ നാട്ടുകല്ല്, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ മുകളിൽ ഉപയോഗിച്ചിരുന്നത്, സ്മാരക രൂപങ്ങൾ. അപ്പൊ ഇത്തരം സ്മാരകങ്ങളൊക്കെ ഉള്ളതാണ് ഈ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള അവസാനത്തെ ചോദ്യമാണ്. പൂനം കൃഷിരീതിയെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി. നോക്കൂ, ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. പൂനം കൃഷിരീതിയെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? അത് തിരുക്കുറലാണോ, മധുരൈ കാഞ്ചിയാണോ, പുറനാനൂറാണോ, 1810 അത് പുറനാനൂറാണ്. നോക്കൂ, പൂനം കൃഷി പുറനാനൂറ്. എടാ, കൃഷി ചെയ്യുക. ഇപ്പൊ പുറത്തിരുന്നിട്ടാണ് ആരെന്ത് ചെയ്യുന്നത്? കലത്തില് ഈ പറയുന്ന മീന് മുറിക്കുന്നല്ലേ, ഉമ്മയോ അമ്മയോ ആരോ മുറിക്കുന്നുണ്ട് അല്ലേ, മുറിക്കുന്നുണ്ടാവണേ. അപ്പൊ ആലോചിക്കുക, അപ്പൊ അച്ഛൻ ആ പറമ്പിൽ ഇരുന്നിട്ട് പൂനം കൃഷി ചെയ്യുകയാണ് എന്ന് വെച്ചാൽ പുറത്തല്ലേ കൃഷി ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പറയും വീട്ടിനുള്ളിൽ കൃഷി ചെയ്യാം, വീട്ടിനുള്ളിൽ വേണ്ട, അപ്പൊ അതുപോലെ പുറത്ത്. അപ്പൊ പൂനം കൃഷി എവിടെ ചെയ്യുന്നു? പുറനാനൂറിൽ. ഇവിടെ പൂനം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും ഈ കാർഷിക രീതി നിലവിലുണ്ടെന്ന് പറയുന്നുണ്ട്. അട്ടപ്പാടിയിലെ ചില ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഇന്നുണ്ട് പൂനം കൃഷി കേട്ടോ. പെട്ടെന്ന് നമുക്കിത് പഠിച്ചു തീർക്കാൻ പറ്റും. നോക്കിയാൽ നിങ്ങൾ തിണകൾ, കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. ഇവിടെ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ മലകളാണ്. നമുക്ക് കുറിഞ്ഞി മല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മലകളിലല്ലേ ഈ കുറിഞ്ഞി പൂക്കാറ് നമ്മൾ കാണാറില്ല. അപ്പൊ കുറിഞ്ഞി എന്നുള്ളത് കുറിഞ്ചിയാക്കാം. മലകൾ, മലയോരങ്ങൾ, കുറിഞ്ചി, ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടും. അവിടെ മുല്ല എന്ന് പറഞ്ഞാൽ നോക്കൂ, കാട്ടുമുല്ലയുണ്ട്. അതുപോലെ പുൽമേട്ടിലൊക്കെ നല്ല മുല്ലപ്പൂ ഉണ്ടാവാതിരിക്കുക. അപ്പൊ കാട്ടിലും പുൽമേട്ടിലും എന്തുണ്ടാവും? മുല്ലപ്പൂ ഉണ്ടാവും. അപ്പൊ കുറിഞ്ഞി എവിടെയാണ് ഉണ്ടാകുക? മലകളിലാണെങ്കിൽ. പുൽമേട്ടിലും കാട്ടിലും എന്തുണ്ട്? മുല്ലയുണ്ടെന്ന് ആലോചിക്കുക. പാല എന്ന് പറഞ്ഞ വാക്ക് തന്നെ നിങ്ങൾ ആലോചിക്കാം. പാലക്കാട് അല്ലെ, ഈ പറയുന്ന കോയമ്പത്തൂർ അല്ലെങ്കിൽ തമിഴ്നാട് നിന്ന് വരുന്ന വരണ്ട കാറ്റ്, ചൂട് അല്ലെ, അങ്ങനെ വലിയ രൂപത്തില് എന്താ പറയാ, പ്രദേശം വരണ്ട് പോയ ഒരു മേഖലയാണ് പാലക്കാട്. അപ്പൊ പാല വരണ്ട പ്രദേശം, അങ്ങനെ ആലോചിച്ച് വെക്കാൻ പറ്റില്ലേ, വരണ്ട പ്രദേശം. പാല കിട്ടും. നെയ്തൽ, നമ്മൾ വല നെയ്യുക എന്നൊക്കെ പറയാറില്ല, മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ അല്ലെ, മീൻ പിടിക്കാനല്ല നെയ്യാൻ പോകുന്നറിയാം. അപ്പൊ വല നെയ്യുക, നെയ്തൽ. തീരപ്രദേശത്തുള്ള ആളുകൾ നെയ്തൽ എന്താണ്? തീരപ്രദേശത്ത് നെയ്യുന്നു. ഇതൊന്നും അല്ലാത്തതാണ് മരുതം, അത് വയലാണ്. അപ്പൊ അത് പഠിച്ചാൽ പോരെ? 5 എണ്ണത്തിനകത്ത് 4 എണ്ണം പഠിച്ചാൽ പിന്നെ ഇതൊന്നും അല്ലാത്ത മരുതമാണ് വയൽ. ഇതൊക്കെ നമ്മൾ പല കോഡാക്കി പല ഘട്ടങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാര് നന്നായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഓർമ്മ ഉണ്ടാവും, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കൂട്ടുകാരെ. ലൊസേ ഫെയർ സിദ്ധാന്തം മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാരാണ്? ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്, എല്ലാവർക്കും ഉത്തരം കിട്ടി. ആഡം സ്മിത്ത് ആണ് അല്ലെ. ഇവിടെ കാൾ മാർക്സ്, മാർഷൽ, അതുപോലെ തന്നെ സാമുവൽസൺ, ഇവരെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. നമുക്കത് പറയാം, അടുത്ത 2 ചോദ്യം കഴിഞ്ഞിട്ട് പറയാം. മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ച ട്രസ്റ്റിഷിപ്പ് ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് വായിച്ചു നോക്കണേ. ഓക്കെ, ഉത്തരം കിട്ടിയണോ ഞാൻ പറയാണ്. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിന് പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. ഇത് ശരിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന കാര്യമാണത്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല. അതും ശരിയാണ്. ഇന്ത്യയിൽ ജോലി ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകുന്നതിന് പരിധി നിശ്ചയിക്കണം. അത് മഹാത്മജി പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക, അത് തെറ്റാണ്. അടുത്തത് ശരിയാട്ടോ. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഉത്പാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കണം അല്ലെ. നമുക്ക് അനാവശ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് എന്താണോ ആവശ്യം സമൂഹത്തിന്, അത് കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കണം. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ചാപ്റ്റർ അതിനകത്ത് കിട്ടും. അപ്പൊ ഇത് ഓപ്ഷൻ C ആണ്. അവിടെയാണ് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത്. എന്റെ പിറകിൽ കാണുന്നത് നോക്കൂ, ഇതൊരു പരസ്യമായിട്ട് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന അത്രയ്ക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. എക്കണോമിക്സ് പാടുള്ള കൂട്ടുകാരെല്ലാവരും ഇപ്പൊ തൊട്ട് മുകളിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വീഡിയോ ഒരു ചോദ്യം ഉണ്ട്, അവസാനം തീരുന്ന സമയത്ത് ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിനകത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഹോം, വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ബെൽ ബട്ടൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത്, അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് LDC, LGS എല്ലാ പരീക്ഷയ്ക്കും നിലവിൽ 2 ക്രാഷ് കോഴ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് കറണ്ട് അഫേഴ്സിന്റെ ക്രാഷ് കോഴ്സ്, മറ്റൊന്ന് SCRT ക്രാഷ് കോഴ്സ്. ഈ പറയുന്ന 2 കോഴ്സുകളും LDC ആകുമ്പോഴത്തേക്ക് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് വരാണ്. കറണ്ട് അഫേഴ്സ് അത്രയ്ക്ക് നല്ല ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 100 ക്ലാസ്സുകൾ. പക്ഷെ വളരെ കുറച്ച് പേര് അത് കാണുന്നുള്ളൂ. ആ കോഴ്സ് നിങ്ങൾ പരമാവധി ഓരോ വീഡിയോ എടുത്ത് കാണുക, സ്പീഡിൽ തന്നെ അടിച്ച് കാണാൻ. നിങ്ങൾക്ക് അതിന്റെ എല്ലാം PDF ടെലഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ SCRTക്ക് വേണ്ടി സയൻസ് ഉൾപ്പെടെ +1 +2 ഉൾപ്പെടെ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഇത് കൂടാതെ ബാക്കിയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഹിസ്റ്ററിയും കലാസാഹിത്യ സാംസ്കാരികത്തിന്റെ പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എക്കണോമിക്സ് എന്നൊരു പ്ലേലിസ്റ്റ് കാണാം, കണ്ടോ നിങ്ങൾ? അതിനകത്ത് 9 വീഡിയോസ് ഉണ്ട്. ബാക്കി വീഡിയോസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും.
കംപ്ലീറ്റ് SCERT ആണ്. അപ്പൊ SCERT എക്കണോമിക്സ് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും LDC മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 മാർക്കാണ്. LDC മാത്രമല്ല മറ്റേ എല്ലാ പരീക്ഷയ്ക്കും LGS-നൊക്കെ എക്കണോമിക്സ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ആ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഇതാ ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ മുകളിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് കണ്ടു നോക്കട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ട്രസ്റ്റിഷിപ്പിനെ കുറിച്ചും ലൊസൈ ഫെയർ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഒട്ടനവധി ചോദ്യങ്ങളും നമ്മൾ ഈ എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തും, MCQ ആയിട്ട്. അവസാന ചോദ്യം ഇതാണ്: അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 1998 ആണ്. അപ്പൊ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറയണ്ടല്ലോ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക. 10ൽ എത്ര മാർക്ക് കിട്ടി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.